മഷ്റൂം കൊണ്ട് ഒരു പരിപാടി ഉണ്ട്. ഇന്ന് മമ്മ രാവിലത്തെ പണിയാണ്. വാ മാഷാ പണി എന്നപ്പോൾ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പളേ രാവിലെ ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങാതെ മന്ദടിച്ചിരിക്കുന്നു കേട്ടോ. നമ്മളെ അയൽവാസിക്കൊക്കെ അറിഞ്ഞു പുഴയ്ക്ക് പോകാൻ നമ്മൾ പുഴയിലുണ്ടായിരുന്നു. പുഴയ്ക്ക് ഇറങ്ങിയ ഞാൻ പിന്നെ അങ്ങാടി കൂടെ ഇറങ്ങിയത് എൻ്റെ ഇടന്നാണ്. അങ്ങനെ കുറച്ച് നേരം സമയം പോയിട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിചാരിച്ചിരുന്ന പുഴയിലൊന്ന് പോകുന്നു. അങ്ങനെ പുഴയിൽ വന്നാണ് നിങ്ങൾ പുഴ ചെറിയൊരു കുഞ്ഞു പാലം ഇല്ലെങ്കിൽ പിന്നെ ആരാ നമ്മളെ ഇവിടെ അതാണ് നമ്മളെ പുഴയിൽ മുക്കോന്മാരുടെ ഇവിടുത്തെ മുക്കോ ഇന്ന് തേങ്ങ കുടിച്ചോ? പാമ്പിന് പണിയുന്നു. അപ്പോൾ തേങ്ങ കുടിക്കുന്ന ആൾക്കാരെ ഇവിടുത്തെ ഇവിടുത്തെ വില്ലന്മാരാണ്. അപ്പോൾ തേങ്ങ കുടിച്ചിട്ടുണ്ടോ? വേറെ കുടിച്ചോ? ഇപ്പോൾ സാജിയാണ് മെയിനല്ലേ? ഇപ്പോൾ സാജിയാണ് മെയിനാറ് തേങ്ങ കുടിയില്. അതാ വരുന്നത്. നീ കണ്ട തേങ്ങ കാണിച്ചു തരട്ടോ തേങ്ങ കുടിക്കണേ. അപ്പോൾ ഗൈസ് നമ്മളിതാ നമ്മുടെ നാട്ടിലെ പുഴേൻ്റെ ഒരത്താട്ടോ ഒരു ചെറിയ പാലുണ്ട് ഇവിടെ. ആ പാലത്തുമ്മേണ് തേങ്ങ വരുന്ന കണ്ടോളി. നമ്മളെ ചെറുക്കന്മാർ പിടിക്കുന്നുണ്ട് ഇവിടെ. ആ വരുന്ന സാധനം വാ ഒന്ന് രണ്ട് വളരെ സിമ്പിളായിട്ട് തേങ്ങ പിടിച്ചോണ്ടോ. ഇതാണ് ഇവിടുത്തെ പരിപാടി. മഴക്കാലം വന്നാൽ പിള്ളേർക്ക് ഇത് റോഡ് ഇങ്ങനെ മാമ്പഴന്ന് വരുന്ന റോഡാണ്. ഈ റോഡ് ഇങ്ങനെ വന്ന് ഇവിടെ ചെറിയൊരു പാലട്ടോ. പാലത്തിന് തുടക്കമാണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴേ അയൽവാസി വിളിച്ചിരുന്നു രാവിലെ വാവേറെ വിളിച്ചത്. അപ്പോൾ രാവിലെ എനിക്ക് പോരാൻ പറ്റി. ഞാൻ പോകുന്നില്ല. അല്ല ഈ പാലം ഇങ്ങനെ പോവാണ്. ഈ പാലം ചെറിയൊരു പാലം. ഇത് കടന്നിട്ട് അങ്ങനെ പോകും. ഇരിങ്ങാട്ടി വഴി മേലാറ്റൂർക്ക് പോവാം ഇവിടുന്ന്. അങ്ങനെ ഒരു ഷോർട്ട് കട്ടാണ് ചെറിയ. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ ഒരു കൊച്ചു പുഴയാണിത്. പാലം ഇത് കവർ ചെയ്ത് ചെറിയ ഹൈറ്റ് കുറഞ്ഞൊരു പാലാട്ടോ. ഇതിപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ റോഡ് കുറച്ച് ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞ്. നേരത്തെ ഇവിടെ ടാറിങ്ങും ഉണ്ടായില്ല. കുറച്ച് സോളിങ് ഇട്ട് ചെയ്തു. കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് പുതുതായിട്ടൊന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മറികടന്ന് വെള്ളം പോകണുണ്ടോ. ഇതിപ്പോൾ നമ്മളെ വെള്ളപ്പൈപ്പ് കേട്ടോ. പുതിയ എന്താവും ഇതിൻ്റെയൊക്കെ അവസ്ഥ കുറച്ച് കഴിഞ്ഞാലും അറിയില്ല. വെയിറ്റ് ഉണ്ട് സാധനം. ദമ്മിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ പിള്ളേർ തേങ്ങ പിടിക്കുക. നല്ല വെള്ളമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. വണ്ടി കഴുകുക. അടിപൊളി. റോട്ടിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നതുകൊണ്ടേ വണ്ടി കഴുകാനൊക്കെ നല്ല സൗകര്യമാണ്. നമ്മൾ പിന്നെ വണ്ടി കഴുകലില്ല. അതുകൊണ്ട് വണ്ടിയുടെ നിൽക്കട്ടെ. എന്താ വർത്താനം? ഒന്ന് കഴുകാറില്ലേ? അപ്പോൾ ആൾക്കാർ ഇതാ വണ്ടിയൊക്കെ കഴുകി നല്ല അടിപൊളി വെള്ളത്തിൽ. നല്ല തണുപ്പല്ല വെള്ളം. നല്ല മലവെള്ളം കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ ഇതുവരെ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല. കാരണം നമുക്ക് ഒഴിവുണ്ടായില്ല അന്നൊന്നും. ഈ വർഷം ഫ്രീ റെസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മഴക്കാലമാണ്. എല്ലാവരും സൂക്ഷിക്കുക. പിന്നെ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ മഴ കനത്ത് പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കണ്ടോ. ഇത് എങ്ങനെയൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ മൊത്തം വെള്ളമാണ്. പറമ്പ് ഫുള്ള് വെള്ളമാണ്. ഈ പറമ്പ് മൊത്തം വെള്ളം കയറും കേട്ടോ. ഈ റോഡൊക്കെ മറികടന്ന് വെള്ളം വരലുണ്ട്. ഇതിലൊക്കെ വെള്ളം അടിച്ച് കയറുന്ന സ്ഥലമാണ്. അവിടെ കണ്ട ഒരു നിസ്കാരപ്പള്ളിയാണ്. ചെറിയൊരു നിസ്കാരപ്പള്ളിയാണ്. അപ്പോൾ അവിടെയൊക്കെ ചെറുക്കന്മാർ സജീവമായിട്ടുണ്ട്. തേങ്ങ പിടുത്താണ് അവിടെ മെയിൻ. പിള്ളേർ തേങ്ങ പിടുത്തം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പൈസ ഉണ്ടാക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ കേട്ടോ. ഞാനിന്ന് പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായില്ല. ഇന്ന് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ജസ്റ്റ് ഇവിടെ നിന്ന് പുഴേൻ്റെ അവിടെ നിന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളം കൂടിയിട്ടുണ്ടെന്ന് അങ്ങനെ പറയണ്ടായിരുന്നു. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയല്ലേ. മഴ ഇതുവരെ നിന്നിട്ടില്ല, കുറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് വെള്ളമൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് കമ്മിയായിട്ടുണ്ട്. നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഈ പാലത്തിൻ്റെ മേലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇത്രേ തേങ്ങ പോയി, കയ്യിൽ നിന്ന് പോയി. ഇത് പരിപാടിയില്ലേ ഇപ്പോൾ? അതൊരു വാട്ടർ അതോറിറ്റിൻ്റെ ടാങ്ക് കേട്ടോ. അതിലെല്ലാം മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഈ പാലത്തിൻ്റെ പ്രശ്നം എന്താ പറയുക, ഹൈറ്റില്ല, ചെറിയൊരു പാലമാണ്. ഹൈറ്റില്ലാത്തതിൻ്റെ പ്രയാസം ഇവിടെ നല്ലോണം ഉണ്ടാവലുണ്ട്. കാരണം ഇതൊക്കെ ബ്ലോക്കാവും, എല്ലാ കച്ചറയും വന്ന് അടിഞ്ഞ് ടൈറ്റായി ഇവിടെ ഇങ്ങനെ കിടക്കും. ഉണ്ടോ, വെള്ളം നല്ല വെള്ളം കേട്ടോ, നല്ല ശക്തമായ വെള്ളമാണ്, നിസ്സാര വെള്ളമൊന്നുമല്ല. അവിടെ 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 അങ്ങനെ. അതുപോലെ പുഴകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, അത്ഭുതമാണ് കേട്ടോ പലപ്പോഴും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുഴയുടെ സൈഡിൽ ജീവിച്ച് വളർന്ന വ്യക്തിയാണ് കുഞ്ഞുനാൾ മുതൽ, കുറച്ച് വർഷങ്ങളോളം, 10-15 വർഷത്തിൻ്റെ മുകളിൽ. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ നമുക്ക് പുഴ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, അത്ഭുതമാണ്. നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വരും പുഴയിൽ കൂടെയൊക്കെ, സ്ഥിരമായിട്ടൊന്നും വരാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ, പുഴ, അതിൻ്റെ ശക്തമായ വെള്ളമൊഴുക്ക്, നല്ല താഴ്ച ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഒക്കെ മണലൊന്നും അടിഞ്ഞതാണ് കേട്ടോ. ഇവർ മണലൊന്നും കോരാൻ അയക്കാതെ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ. നമുക്ക് ഈ മണലൊക്കെ കോരി വിടുകയാണെങ്കിൽ വളരെ സന്തോഷമല്ലേ. ഈ റോഡ്, പാലം തീരെ ഹൈറ്റ് കുറവാണ്, അതാണ് വലിയ പ്രശ്നം. അത് ആ റോഡിൻ്റെ ലെവലിൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഈ തേങ്ങ ഒക്കെ ഉണ്ടോ, അപ്പോൾ പുഴയിൽ നിന്ന് വന്ന് ചെറുക്കന്മാർ കൂട്ടിയിട്ടതാണ്. തേങ്ങ പിടിച്ച് കൂട്ടിയിരുന്നു. നമ്മൾ പുഴയിൽ നിന്ന് വീട്ടിലെത്തി അമ്പിളിയും കൊണ്ടൊന്ന് പുറത്തിറങ്ങിട്ടോ, മഴയൊക്കെ ചോർന്നപ്പോൾ അവർക്ക് ആ കളിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. വെള്ളത്തിലുള്ള ഓടിക്കളിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സന്തോഷം. അവർക്കും വേണ്ട ഒരു എൻജോയ്മെൻറ്റൊക്കെ. കുട്ടികൾ അത്യാവശ്യം വെള്ളത്തിലും ചെളിയിലൊക്കെ കളിച്ച് വളരട്ടെ, അപ്പോഴെല്ലാം അവരുടെ ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. ഗൈസ്, മഷ്റൂം, നമുക്കൊരു മഷ്റൂം ഫ്രൈ ഉണ്ടാക്കാം. ഫ്രൈ ഒക്കെ അറിയാം, റോസ്റ്റ്. മഷ്റൂം കൊണ്ടൊരു പരിപാടി ഇന്ന് മമ്മക്ക് രാവിലത്തെ പണിയാണ്. നല്ല സാധനമല്ലേ. ഇന്നലെ ഉമ്മാൻ്റെ ആങ്ങള വന്നപ്പോൾ കൊടുന്ന കേട്ടോ, പെണ്ണൂൻ്റെ അമ്മ വന്നപ്പോൾ കൊടുന്നാണ്. അത്യാവശ്യം നല്ലൊരു കറിക്കൊരു സാധനമുണ്ട്, നല്ല അടിപൊളി കൂന്. കുറേ കാലമായി നാടൻ ഒറിജിനൽ ഫ്രഷ് കൂനിട്ടിട്ട് കുറേ കാലമായി നമുക്ക്. മൂപ്പരിക്ക് ഇന്നലെ എവിടെ നിന്നോ കിട്ടിയ സാധനം, അത് ഇങ്ങോട്ട് കൊടുന്നു കേട്ടോ. അതിലൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ മഷ്റൂം നല്ല ഫ്രഷ് കൂണപ്പോൾ മഞ്ഞൾ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ചേരം ഇട്ടിട്ടുണ്ട്, ഒന്ന് ഫ്രഷ് ആക്കാം. എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ആയിക്കോളും. ഗായ്സ്, കൂണ് വേവിക്കാണ്ടോ, ഇത് ഇട്ടിടുമ്പോൾ മഞ്ഞപ്പൊടി മുളക് ഉപ്പ് മാത്രം, ഞാൻ ഇതിലിടാണ്ടോ? വേറൊന്നും വേണ്ട കാര്യം. ഇത് പഴയ മോഡലാട്ടോ. ആർക്ക് കൊണ്ടുവന്നിങ്ങനെ മതി പറഞ്ഞേ. പോട്ടിൻ്റെ വലിങ്ങനെ ഉണ്ട്, ഉപ്പുറവാണ്. നല്ല രസം തിന്നാട്ടോ. അതിലുണ്ട് ഉപ്പിട്ടാ തരും. കറിപ്പിൻ്റെയും വെറും മഞ്ഞപ്പൊടി മുളകും പൊടി മാത്രം. കുറച്ച് വെളിച്ചെണ്ണ ഇരിക്കുക, സിമ്പിളായിട്ട്. കുറച്ച് ഉപ്പിടുക. വളരെ ലൈറ്റായിട്ടൊരു മഷ്റൂം മസാല ഒന്നും കേട്ടോ, നാട്ടിലെ ഓക്കെ മതി. അത് കുറേ അതെ സാധനം കുറേ ഉണ്ടായിരുന്നു വെച്ചെന്നപ്പോൾ. എന്നാലും അത്യാവശ്യം ഉണ്ടല്ലോ, പിന്നെ തണ്ടുണ്ടായതുകൊണ്ട് അത്യാവശ്യം ഉണ്ട്. എല്ലാം ഉണ്ടാവില്ല. അടിപൊളി. വാ മാഷാല്ലാ, പണി വന്നപ്പോൾ അടിപൊളി. വേട്ടെ, തീ കുറച്ചേ ഉള്ളൂ. അങ്ങനെ മഷ്റൂം കറി നമുക്ക് തീ വെച്ച് അതൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് പെണ്ണൂരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചു. ഉമ്മയും പെണ്ണും പണി തന്നെട്ടോ. രാവിലെ പെരും മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ പോരാ, 1.5 ഇന്ന മഴയായിരുന്നു. അപ്പോൾ അവർക്ക് ഒത്തിരി അലക്കാനുണ്ട്, തുരടാനുണ്ട്, ഉണക്കിയെടുക്കാനുണ്ട്, പല പണികളുണ്ട്. പക്ഷെ മഴ കാരണം ഒരു രക്ഷയില്ല. അമ്പിളി, കുഞ്ഞിപ്പെണ്ണ്, കുഞ്ഞിച്ചക്കൻ, പിന്നെ ബേബി, ഞങ്ങൾ 4 പേരും ചുമ്മാ അവിടെ ഇരിക്കുക, കിടക്കുക, ഇത് മാത്രമാണ്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, എന്നാൽ കുറച്ച് സമയം പെണ്ണിനൊന്ന് അടിച്ചോരി കൊടുത്ത് സഹായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ബെഡ്റൂമുകളൊക്കെ അടിച്ചോരി ഹാളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യലൊന്നുമില്ല കേട്ടോ. ഞാൻ മഹാകള്ളനാണ്, ആനക്കള്ളനാണ്, തക്കിടിയാണ്, തരികിടയാണ്.
അപ്പോൾ അങ്ങനെ ഒന്നിനും കൊള്ളാത്തവനൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കുറച്ച് നേരം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അടിച്ചു അല്ലെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചു. പെണ്ണ് പുറത്ത് മഴയത്ത് ഇങ്ങനെ മഴ കൊണ്ട് തിരുമ്പാണ്. അപ്പോൾ അങ്ങനെ എന്നാൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു. ഞാനും റെസ്റ്റ് തന്നെയല്ലേ, എന്തായാലും അങ്ങനെ നടക്കട്ടെ പരിപാടി. ഇതൊക്കെ നമുക്ക് വലിയൊരു എട്ടിൻ്റെ പണി കിട്ടിയിരുന്നു കേട്ടോ. ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ നമ്മളെ കിണർ, വെള്ളം കുടിക്കുന്ന കിണറിൽ ഒരു കോഴി ചാടി ചത്തിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. അഴുകിയിരുന്നു, പുഴുക്കളൊക്കെ ഉണ്ട്, ആകെ ഒരു വകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ തേകി റെഡിയാക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതൊക്കെ റെഡിയാക്കി ഒമ്പം പണിയെടുത്തു. നല്ല മോട്ടർ കൊടുന്ന് അടിച്ച് സെറ്റാക്കി തൂഫാനാക്കി. പക്ഷേ വെള്ളം ഇപ്പോഴും ചുവന്നാണ് പെണ്ണ് പറയണത്. വെള്ളത്തിന് ചുവണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും നോക്കട്ടെ. സെറ്റായില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും പണിയെടുക്കേണ്ടി വരും ഈ മഴയത്ത് എന്നൊരു സംശയം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ പോവാണ്. അപ്പം ഇന്ന് ഊണിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ മഷ്റൂം മഷാല്ലാ, നല്ല കൂൺ ഫ്രൈ, കൂൺ വരട്ടിട്ടോ. പിന്നെ നല്ല ചാള, പൊളിസ്ഥാണ് നല്ല ചാളക്കറി. ചാളക്കറി, നമ്മളെ നവര അരി, ചാളക്കറിന് കുറച്ച്. ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഫുഡാണ്. പിന്നെ ഒലീവ് ഓയിൽ പൊരിച്ച മീൻ കേട്ടോ. ഒലീവ് ഓയിൽ പൊരിച്ച, ഇതാണ് നമ്മളെ ഇന്നത്തെ ഫുഡ്. അപ്പോൾ നമ്മളെ മഷ്റൂം എടുക്കാൻ മറന്നു കേട്ടോ ഞാൻ. മഷ്റൂം പെണ്ണോ, മഷ്റൂം ആർക്കൊക്കെ ഉള്ളത്? എല്ലാവർക്കും ഉണ്ടോ കൂണ്? ആ എന്നോട് വളർച്ച തിന്നാൻ പറയുന്നുണ്ട്. അപ്പോൾ താരം ഞാൻ തന്നെ അല്ലട്ടോ. ഇപ്പോൾ ബേബിയാണ് താരം. അപ്പോൾ ഞാനല്ല, ബേബിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒരു ഫുഡ് അടിക്കട്ടെ. അപ്പോൾ നല്ല കൂണ്, അടിപൊളി മല ഫ്രൈ. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ വെക്കണ മാതിരി മഞ്ഞപ്പൊടി, കുറച്ച് മുളകും പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില, വേറെ മസാല ഒന്നുമില്ല. അടിപൊളിയാ. വാ മസാല. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കട്ടെ. ഊണ് കഴിച്ചിട്ടാണ് പിന്നെ പരിപാടി നമുക്കുള്ളത് കാണിച്ചത്. മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ടോ?